നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും പരിഷ്കരിക്കുന്ന പോലെ തന്നെ തങ്ങളുടെ യൂണിഫോമിലും നിർണായക മാറ്റങ്ങൾ വരുത്തുകയാണ് ഇന്ത്യൻ ആർമി. ബ്രിട്ടീഷ് ഭരണകാലത്തെ രീതികൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഈ യൂണിഫോമിലും ചടങ്ങുകളിലും സുപ്രധാന മാറ്റങ്ങൾ വരുത്താനാണ് ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ദേശീയ മൂല്യങ്ങൾക്കും പരമാധികാര സ്വത്വത്തിനും പ്രാധാന്യം നൽകുന്നതാണ് പുതിയ തീരുമാനം. കൊളോണിയൽ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന റോയൽ പോലെയുള്ള പദപ്രയോഗങ്ങളും ചില വസ്ത്രങ്ങൾക്കൊപ്പമുള്ള പൗച്ച് ബെൽറ്റും സൈന്യം ഉപേക്ഷിച്ചു. ഇതിനു പകരമായി ഇന്ത്യയുടെ തനത് വസ്ത്രമായ ബന്ദി ജാക്കറ്റ് ഔദ്യോഗിക സിവിൽ വസ്ത്രങ്ങളുടെ ഭാഗമായി ഉൾപ്പെടുത്തി. ഫുൾ സ്ലീവ് ഷർട്ടിനും ഔദ്യോഗിക വസ്ത്രത്തിനുമൊപ്പം ഇനി മുതൽ അടഞ്ഞ കഴുത്തുള്ള ബന്ദി ജാക്കറ്റ് ധരിക്കാം. ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിനനുസരിച്ച് സൈനിക രീതികൾ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വസ്ത്രധാരണത്തിലുള്ള ഈ നടപടി. സൈന്യത്തിലുടനീളം വസ്ത്രധാരണ രീതികൾ ഒരുപോലെയാക്കുന്നതിനായി പുറത്തിറക്കിയ ആർമി യൂണിഫോംസ് 2026 എന്ന ലഘുലേഖയിലാണ് പുതിയ നിർദ്ദേശങ്ങളുള്ളത്. റിവ്യൂവിംഗ് ഓഫീസർമാർ വാള് ധരിക്കുന്നത് നിർബന്ധമല്ല, മറിച്ച് അത് അവരുടെ ഇഷ്ടാനുസരണമാകാം. റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം, കരസേനാ ദിനം, ഗാർഡ് ഓഫ് ഓണർ തുടങ്ങിയ വലിയ ചടങ്ങുകളിൽ പരേഡ് കമാൻഡർമാർ, കണ്ടിൻജന്റ് കമാൻഡർമാർ, നിശ്ചയിക്കപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മാത്രമേ ഇനി വാള് ധരിക്കാൻ അനുവാദമുള്ളൂ. പരേഡുകളിൽ റിവ്യൂവിംഗ് ഓഫീസർമാർ വാള് ധരിക്കാൻ പാടില്ലെന്നും പുതിയ നിയമത്തിൽ വ്യക്തമാക്കുന്നു. ശൈത്യകാലത്ത് ധരിക്കുന്ന വസ്ത്രത്തിലും സൈന്യം മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലവിലുള്ള ജേഴ്സിക്ക് പകരമായി പുതിയ ബാറ്റിൽ ജാക്കറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ എല്ലാ റാങ്കുകളിലുള്ളവർക്കും ശൈത്യകാലത്ത് ബാറ്റിൽ ജാക്കറ്റ് നിർബന്ധമാകും. യൂണിഫോം ധരിക്കുമ്പോൾ പാലിക്കേണ്ട അച്ചടക്കത്തെക്കുറിച്ചും വ്യക്തിഗത രൂപത്തെക്കുറിച്ചും കർശനമായ നിർദ്ദേശങ്ങളും ഇതോടൊപ്പമുണ്ട്. അച്ചടക്കത്തിന് യോജിക്കാത്ത വിധമുള്ള ഹെയർ സ്റ്റൈലുകൾ, അനുമതിയില്ലാത്ത താടി, ടാറ്റുകൾ, ബോഡി പിയേഴ്സിംഗ്, മേക്കപ്പ്, ശരീരത്തിൽ കാണുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ എന്നിവ യൂണിഫോമിൽ അനുവദിക്കില്ല. കൂടാതെ മുൻകൂർ അനുമതിയില്ലാതെ രാഷ്ട്രീയ മത ചടങ്ങുകൾ, പ്രതിഷേധങ്ങൾ, വിവാഹങ്ങൾ, സ്വകാര്യ പാർട്ടികൾ, മാധ്യമ പരിപാടികൾ എന്നിവയിൽ യൂണിഫോം ധരിച്ച് പങ്കെടുക്കുന്നതിനും സൈന്യം കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈനികരുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും വിവിധ കാലാവസ്ഥകൾക്കിണങ്ങുന്ന രീതിയിലുമാണ് മാറ്റങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിൽ യുദ്ധമുഖത്ത് ധരിക്കുന്ന കോമ്പാറ്റ് യൂണിഫോം, ഔദ്യോഗിക ചടങ്ങുകൾക്കുള്ള സെറിമോണിയൽ യൂണിഫോം, ദൈനംദിന ഡ്യൂട്ടികൾക്കുള്ള സർവീസ് യൂണിഫോം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ സൈന്യത്തിനുണ്ട്. ഇവയുടെ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. സൈനിക പാരമ്പര്യത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രതീകമായ ഔദ്യോഗിക ചടങ്ങുകൾക്കും പരേഡുകൾക്കുമായി 1E എന്ന പേരിൽ പുതിയ ശൈത്യകാല സെറിമോണിയൽ യൂണിഫോം ഓഫീസർമാർക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാരമ്പര്യവും ആധുനികതയും ഒരേപോലെ സമ്മേളിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ സൈനികരുടെ പ്രൊഫഷണൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അവരുടെ യുദ്ധസജ്ജതയും അച്ചടക്കവും കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ മാറ്റങ്ങൾ 2029 ജൂണോടെ പൂർണ്ണമായി നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇന്ത്യൻ ആർമി തങ്ങളുടെ വിവിധ വിഭാഗങ്ങളിലുള്ള 246 റോഡുകൾ, കെട്ടിടങ്ങൾ എന്നിവ പുനർനാമകരണം ചെയ്തുകൊണ്ട് കൊളോണിയൽ കാലഘട്ടത്തിലെ പൈതൃകങ്ങൾ ഒഴിവാക്കാനുള്ള വലിയൊരു മുൻകൈ എടുത്തിരുന്നു. ഈ പുനർനാമകരണ പ്രക്രിയയിൽ 124 റോഡുകൾ, 77 കോളനികൾ, 27 കെട്ടിടങ്ങൾ, മറ്റ് സൈനിക സൗകര്യങ്ങളും കൂടാതെ പാർക്കുകൾ, പരിശീലന സ്ഥലങ്ങൾ, കളിസ്ഥലങ്ങൾ, കവാടങ്ങൾ, ഹെലിപ്പാഡുകൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് പ്രധാനമായ 18 സൗകര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സൈനികരുടെ വീര്യവും ത്യാഗവും സ്മരിക്കുന്നതിനുള്ള ദേശീയ പ്രതിബദ്ധതയെയാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വിവിധ കണ്ടോൺമെൻറ്റുകളിലും മിലിറ്ററി സ്റ്റേഷനുകളിലും റോഡുകൾ, മറ്റ് സൗകര്യങ്ങൾ, കോളനികൾ പുനർനാമകരണം ചെയ്യുന്നത് വീരചക്ര പുരസ്കാര ജേതാക്കളോടും പ്രമുഖ സൈനിക വ്യക്തിത്വങ്ങളോടും ഇന്ത്യൻ സൈനികരെയും കമാൻഡർമാരെയും ആദരിക്കുന്നതിനാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ പ്രക്രിയയുടെ ഭാഗമായി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നൽകിയ പേരുകൾ മാറ്റിക്കൊണ്ട് നിരവധി റോഡുകളുടെയും പ്രദേശങ്ങളുടെയും പേരുകൾക്ക് ഇന്ത്യൻ ടച്ചുള്ള പേരുകളും നൽകിയിരുന്നു. ഡൽഹി കണ്ടോൺമെൻറ്റിലെ കിർബി പ്ലേസ് ഇനി കെനുഗുരുസൈ വിഹാർ എന്നും, മാൾ റോഡ് എന്നത് അരുൺ ഖേത്രപാൽ മാർഗ് എന്നും പുനർനാമകരണം ചെയ്തിരുന്നു. അംബാല കണ്ടോൺമെൻറ്റിലെ പാറ്റേഴ്സൺ റോഡ് ക്വാർട്ടേഴ്സ് ഇനി ധൻസിംഗ് ദാപ്പ എൻക്ലേവ് എന്നറിയപ്പെടും. മധുര കണ്ടോൺമെൻറ്റിലെ ന്യൂ ഹോൺ ലൈൻ എന്നത് അബ്ദുൽ ഹമീദ് ലൈൻസ് എന്നും പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മാറ്റങ്ങൾ പലയിടങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. ജയ്പൂർ കണ്ടോൺമെൻറ്റിലെ ക്വീൻസ് ലൈൻ റോഡ് സുന്ദർ സിംഗ് മാർഗായും, ബറേലി കണ്ടോൺമെൻറ്റിലെ ന്യൂ ബഡ്വുഡ് ലൈൻ എന്നത് തിമ്മയ്യ കോളനി എന്നും, മൗ കണ്ടോൺമെൻറ്റിലെ മാൽക്കം ലൈൻസ് എന്നത് പിരു സിംഗ് ലൈൻ എന്നും പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി വിജയ് ദുർഗ എന്നും അറിയപ്പെടും. രംബഹാർ മിലിറ്ററി സ്റ്റേഷനിലെ സ്പോർട്സ് കോംപ്ലക്സിന് ലൈഷ്റാം ജ്യോതിൻ സിംഗ് സ്പോർട്സ് കോംപ്ലക്സ് എന്ന പേരും നൽകി. സകാമ മിലിറ്ററി സ്റ്റേഷനിലെ സ്പിയർ ലേക്ക് മാർഗ എന്നത് ഹാങ്പൻ ദാദ മാർഗ് എന്നും പുനർനാമകരണം ചെയ്തിട്ടുണ്ട്.